ഈശോമിശിഹായിരിക്കട്ടെ. നമ്മളിന്ന് ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പരമ്പരയുടെ 72ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് 10ാമത്തെ ശിഷ്യനായി ഈശോ യൂദാസ്കറിയാത്തായെ തിരഞ്ഞെടുക്കുന്നത്. അത് സാധാരണ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലാണ്. കാരണം യൂദാസ്കറിയാത്ത വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഈശോയുടെ അടുത്ത് വന്ന്, പക്ഷേ ഈശോ അവനെ തിരിച്ചയക്കുകയാണ്. നീ ഒന്ന് ആത്മശോധന ചെയ്യുക. നീ എന്തിനു വേണ്ടി ആരെ അനുഗമിക്കുന്നു, നീ ആരാണ്, ഇതെല്ലാം ആത്മശോധന ചെയ്യുവാൻ വേണ്ടി പറഞ്ഞു വിട്ടു. അങ്ങനെ നാളുകൾക്ക് ശേഷം ആ ഗെത്സമനയിൽ ഈശോ ആഴത്തിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാണ് ഒരു സായം സന്ധ്യയ്ക്ക് യൂദാസ്കറിയാത്ത വരുന്നത്. ഇവിടെ നമുക്ക് വിരോധാഭാസമായി പല സംഗതികൾ കാണാം. കാരണം ഈ ഗെത്സമനയിൽ വെച്ച് തന്നെയാണ് യൂദാസ് അവസാനം ഈശോയെ കാണുന്നതും ഒറ്റിക്കൊടുക്കുന്നതും. അവിടെ ഗുരുവേ സ്തുതി എന്ന് പറഞ്ഞാണ് അന്നും ഇന്നും ഈശോയെ അഭിസംബോധന ചെയ്യുന്നത്. അവിടെ ഒരു സ്നേഹിതൻ്റെ, ഒരു കൂട്ടാളിയുടെ, അതുപോലെ അന്നും ഇന്നും സായം സന്ധ്യ തന്നെയാണ്. ഈ വിരോധാഭാസങ്ങളെല്ലാം ഈശോ ഒരുപക്ഷെ യൂദാസ്കറിയാത്തായോട് പറയുന്ന ഉപദേശങ്ങളെല്ലാം ആ ഒറ്റിക്കൊടുക്കുന്ന ആ രാത്രിയിൽ അവൻ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഈ 3 വർഷം മുമ്പ് ഈശോ യൂദാസ്കറിയാത്തയോട് പറയുന്നത്. യൂദാസ്കറിയാത്ത വർണ്ണത്തിലുള്ള വസ്ത്രങ്ങളും ആഡംബരങ്ങളും അതെല്ലാം ആഗ്രഹിച്ചു വരുന്ന ഒരു വ്യക്തിയാണ്. ഈശോയുടെ ആ എളിമ അതൊന്നും അവന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈശോ അവനെ കണ്ടു, അവനോട് സംസാരിച്ചു. ഈശോ അന്ന് പറഞ്ഞത് തന്നെ പിന്നെയും ആവർത്തിക്കുകയാണ്. നീ ആത്മശോധന ചെയ്തോ? നീ മനസ്സിലാക്കിയോ? അവൻ പറയുന്നത് ഇതാണ്: ഞാൻ നിന്നെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഞാൻ എൻ്റെ ധാരാളം സുഹൃത്തുക്കളോട് പറഞ്ഞു, നീ ഏത് കവാടത്തിലും എവിടെ കണ്ടാലും ഉടനെ എന്നെ അറിയിക്കണം. പക്ഷേ നീ ഒറ്റയ്ക്കാണ്, നീ അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത പോലെയാണ് വന്നത്, അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോഴാണ് ഈ ഗെത്സമനി തോട്ടത്തെക്കുറിച്ച് ഞാൻ ഓർത്ത് അങ്ങനെയാണ് വന്നത്. ഒരുപക്ഷെ ഇപ്പോൾ കണ്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ദൗത്യം പൂർണ്ണമായിട്ട് വിട്ട് മാറിപ്പോകുമായിരുന്നു. ഇവിടെ നമ്മൾ ധ്യാനിക്കുന്ന ഒരു വിഷയം ഇതാണ്: ഒന്നിച്ചുണ്ടായിരുന്ന തോമസ് കൂട്ടുകാരെ വിട്ട് ഈശോയെക്കുറിച്ച് അന്വേഷിക്കുകയല്ല ചെയ്തത്. തോമസ് തനിയെ, എനിക്കിനിയും ഒറ്റയ്ക്ക് പറ്റില്ല, നിന്നെ എനിക്ക് വേണം. ഈശോ അത് തന്നെയാണ്. ഈശോയെക്കുറിച്ച് അല്ലെങ്കിൽ ഈശോയെ അന്വേഷിക്കുന്നത് മറ്റു വഴികളിൽ കൂടി അല്ലാതെ നേരെ ഈശോയെ തന്നെ അന്വേഷിക്കാൻ. അങ്ങനെയുള്ളവർക്ക് ഈശോയെ കണ്ടെത്താൻ പറ്റൂ. അല്ലെങ്കിൽ അവർ ഈശോയെ പറ്റി അറിയുമായിരിക്കും, ഈശോയെ ആഴത്തിൽ അറിയുന്നില്ല. അവിടെ ഈശോ ആ ചോദ്യം ആവർത്തിക്കുമ്പോൾ യൂദാസ് പറയുന്ന ഉത്തരം ഇതാണ്: അങ്ങ് ആ ഇസ്രായേലിൻ്റെ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി വന്നവനാണ്, അതിൻ്റെ രാജാവ് അങ്ങാണ്. അങ്ങയോട് കൂടി പ്രവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കഴിവുകളും എൻ്റെ ബന്ധങ്ങളും എൻ്റെ പരിശ്രമവും എൻ്റെ കൂട്ടുകെട്ടുകളും എല്ലാം ഞാൻ അതിനുവേണ്ടി സമർപ്പിക്കുന്നു. അവിടെയും ഈശോ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്: ഞാൻ നിൻ്റെ ശക്തിയും ബന്ധങ്ങളും കഴിവുകളും കൂട്ടുകെട്ടുകളും ഒന്നുമല്ല ആഗ്രഹിക്കുന്നത്, ഞാൻ നിന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ യൂദാസിന് അതല്ല. അവൻ്റെ ഇപ്പോഴുള്ള കഴിവുകളെ
ആ ബലത്തിനെ കൂട്ടാൻ വേണ്ടി ഈശോയെ ഒരു ഉപകരണമായി ഉപയോഗിക്കാനുള്ള. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, നീ ധരിക്കുന്ന ആ രാജാവല്ല ഞാൻ ലൗകികമായിട്ടുള്ള ഒരു രാജാവല്ല. എൻ്റെ രാജ്യം നിത്യതയിലാണ്. അവിടെ എളിമയും കരുണയും നിസ്വാർത്ഥതയും പരിശുദ്ധിയും എല്ലാമാണ് എൻ്റെ ആയുധങ്ങൾ. അതിനെല്ലാം നീ തയ്യാറാണോ? ഇതൊന്നും ആ യുദാസിൻ്റെ മനസ്സിലേക്ക് പോകുന്നില്ല. അവൻ്റെ സങ്കല്പം, അവൻ്റെ സ്വപ്നം, അവൻ ഒരു രാജാവിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള അവൻ്റെ സ്വപ്നം. ഈശോ പറയുന്നുണ്ട്, എൻ്റെ കൂടെ വരണമെങ്കിൽ നീ മരിക്കണം. നീ നിൻ്റെ ബോധ്യങ്ങൾക്ക്, നിൻ്റെ ചിന്തകൾക്ക്, ഇതിനെല്ലാം മരിച്ച് വീണ്ടും ജനിക്കണം. ആ വീണ്ടും ജനനം ആ ശൂന്യവൽക്കരിച്ചതിൽ ഭാഗത്ത് ദൈവത്തെ കൊണ്ട് നിറച്ചുകൊണ്ട് വേണം. പക്ഷെ അവനെ ശൂന്യവൽക്കരിക്കാനും തയ്യാറല്ല. അവനെ ശക്തവൽക്കരിക്കുവാനുള്ള അവൻ്റെ പരിശ്രമം, അവിടെ ആ വീണ്ടും ജനനവും മരണവും ഇതൊന്നും അവന് പ്രസക്തമല്ല. അവനവിടെ എല്ലാം. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, നീ ഇതെല്ലാം പറയുന്നു, നിൻ്റെ ശക്തി, നിൻ്റെ ബലം, ഇതെല്ലാം, പക്ഷെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നീ പറയുന്നത്? അപ്പോൾ യുദാസ് പറയുന്നത്, മാനുഷികമായിട്ടുള്ള എൻ്റെ ആ അഭിമാനത്തെ മുൻനിർത്തി ഞാൻ പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാണ്. ഈശോ അപ്പോൾ പറയുന്നത്, നീ പറയുന്ന അഭിമാനം അതൊരു ചലന്തി വല പോലെ ദുർബലമാണ്. പക്ഷേ എൻ്റെ രാജ്യത്ത് ഒന്നിനെ നശിപ്പിക്കാൻ ആ ദൈവികമായിട്ടുള്ള, അവിടെ ഞാൻ സീസറിനോ ഹെറോദിനോ ഒന്നും വിരോധിയല്ല. ഞാൻ പാപത്തിനും തിന്മയ്ക്കും മാത്രം വിരോധമാണ്. ഈശോ പറയുന്നതിനെല്ലാം യുദാസിൻ്റെ രീതിയിൽ ഖണ്ഡിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അവസാനം യുദാസ് പറയുകയാണ്, ഞാൻ പാപിയാണ്, ഞാൻ അന്ധനാണ്, ഞാൻ മാർഗം നഷ്ടപ്പെട്ടവനാണ്, എന്നെ നീ രക്ഷിക്കണം. അവന് ഒരുപക്ഷെ കാപട്യത്തിൻ്റെ, അപ്പോൾ ഈശോ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവാം, ഇവനെ ഞാൻ രക്ഷിക്കാനുള്ള ഒരുപക്ഷെ അവസാനത്തെ അവസരമായിരിക്കാം. അവിടെ ഈശോ പറയുന്ന ഒരു സത്യമുണ്ട്, ഒരു മനുഷ്യൻ അറിയാതെ അവൻ നീതി പ്രവർത്തിക്കുന്നു, അവൻ നല്ലത് ചെയ്യുന്നു എന്ന വിചാരത്തിൽ ഒരു മനുഷ്യനെ കൊന്നാൽ അതിന് കരുണയുടെ ചിലപ്പം അടിസ്ഥാനത്തിൽ അവന് മോചനം ലഭിക്കാം. പക്ഷേ എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപം അത് വലിയ കഠോരമായിരിക്കും. ഈശോ ഇതെല്ലാം അവൻ്റെ നിത്യതയിൽ, പക്ഷെ ഇതൊന്നും അവൻ പറയുന്നു, ഞാൻ മരണം വരെ നിന്നെ അനുഗമിക്കും. ഈശോ ചോദിക്കുന്നുണ്ട്, മരണത്തിന് ശേഷമോ? അവിടെ അവരുടെ ആ സംഭാഷണം നിൽക്കുകയാണ്. ഈശോ പറയുന്നു, നിനക്ക് വരാം, എന്നെ അനുഗമിക്കാം, അങ്ങനെ നീ ഒരു പുതിയ മനുഷ്യനായി വീണ്ടും ജനിക്കാൻ. ഈശോ അത് കഴിഞ്ഞ് പറയുന്നുണ്ട്, ഇന്നത്തെ ലോകത്തിൽ ഓരോ പത്രോസിനും, ഓരോ അന്ത്രയോസിനും, ഓരോ ജോണിനും, ഓരോരുത്തർക്കും 7 യുദാസ്കറിയാത്തമാരുണ്ട്. അവരെ മനസ്സിലാക്കാനും അവരിൽ നിന്ന് ആ പാപത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ പ്രവണതയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ആ വലിയ പരിശ്രമം, അതിന് ഈശോ പറഞ്ഞ ആ മരണവും വീണ്ടും ജനനവും എല്ലാം നിനക്ക് വേണ്ടി ഈ ലോകത്തെ ചെറുത്ത് നിൽക്കുവാൻ വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ യുദാസിൻ്റെ ജീവിതത്തിൽ കൂടി നമ്മളോട് ഈശോ പറയാൻ ആഗ്രഹിക്കുന്നത് അതായിരിക്കാം. ആമേൻ.